ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായുള്ള എല്ലാ ഹർജികളും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിധി പ്രസ്താവിച്ച ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർക്കൊപ്പം പുതിയ ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റ ഗോഗോയും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജികൾ ഒഴികെയുള്ള 65 ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ 55 എണ്ണം പുനഃപരിശോധനാ ഹർജികളും 5 എണ്ണം റിട്ട് ഹർജികളുമാണ്. 2 ട്രാൻസ്ഫർ ഹർജികളും 2 പ്രത്യേക അനുമതി ഹർജികളും ദേവസ്വം ബോർഡിന്റെ സാവകാശ അപേക്ഷയും പരിഗണനാ ലിസ്റ്റിലുണ്ട്. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. തുടർന്ന് നിരവധി പുനഃപരിശോധനാ ഹർജികൾ വന്നിരുന്നുവെങ്കിലും ജനുവരി 22-ന് പരിഗണിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അസുഖത്തെ തുടർന്ന് അവധിയിൽ പോയതിനാൽ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഈ ഹർജികളെല്ലാം ആദ്യമായാണ് പരിഗണനയ്ക്ക് വരുന്നതെന്നതിനാൽ ഹർജികൾ സ്വീകരിക്കണമോ അതോ തള്ളണമോ എന്ന കാര്യത്തിലാകും സുപ്രീം കോടതി ആദ്യം തീരുമാനമെടുക്കുക. ഹർജി സ്വീകരിക്കുകയാണെങ്കിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിടുകയും തുടർവാദത്തിനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 10:30-നാണ് ഹർജികൾ പരിഗണിക്കുക. അതേസമയം വിധി പുനഃപരിശോധിക്കരുത് എന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും, ദർശനം നടത്താൻ സുരക്ഷ ആവശ്യപ്പെട്ട രേഷ്മ, ഷനില എന്നിവരും ഹർജി നൽകിയിട്ടുണ്ട്. യുവതി പ്രവേശന വിധി പുനഃപരിശോധിക്കരുതെന്നും പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേർക്കണമെന്നുമാണ് ആവശ്യം. ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട റിവ്യൂ ഹർജികളും മറ്റ് അപേക്ഷകളും ഇന്ന് രാവിലെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഹർജിയും എത്തുന്നത്. അതേസമയം ഇന്ന് രാവിലെ 10:30-യോടെ പരിഗണിക്കുന്ന ഹർജികളുടെ കൂട്ടത്തിൽ ഈ ഹർജിയും വരുമോ എന്ന് വ്യക്തമല്ല. ഒരു കാരണവശാലും സുപ്രീം കോടതി മുൻവിധി പുനഃപരിശോധിക്കരുത് എന്നാണ് യുവതികളുടെ ആവശ്യം. ഇതോടൊപ്പം ഈ മാസം 1-ന് നട തുറക്കുമ്പോൾ ദർശനം നടത്താൻ അനുമതി നൽകണമെന്നും ഇവർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ ശുദ്ധികലശം നടത്തിയ തന്ത്രിക്കെതിരെ കോടതിയലക്ഷ്യം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം കേൾക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതിയലക്ഷ്യമാണെന്ന് കാട്ടി ഗീനകുമാരി, വർഷ എന്നിവരാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. തന്ത്രിക്കെതിരായ ഹർജിയെക്കുറിച്ച് അഭിഭാഷകൻ ഇന്ന് സൂചിപ്പിച്ചപ്പോൾ റിവ്യൂ ഹർജികൾ കേൾക്കുമ്പോൾ കോടതിയിൽ ഹാജരായിരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിർദ്ദേശിച്ചു. ഹർജി നേരത്തെ പരിഗണിക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് മുമ്പ് അനുവദിച്ചിരുന്നില്ല. 54 വിഷയങ്ങളാണ് കേസിൽ പരിഗണിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതോടെയാണ് തന്ത്രിക്കെതിരായ പരാതിയും പരിഗണിച്ചേക്കുമെന്ന് സൂചന ലഭിച്ചത്. ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയതിനു കാരണം യുവതീ പ്രവേശനമല്ലെന്നാണ് തന്ത്രി ഖണ്ഡർ രാജീവർ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. മകരവിളക്കിന് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നുവെന്നും തന്ത്രി വ്യക്തമാക്കിയിരുന്നു. നട തുറന്ന ഡിസംബർ 31-ന് പൂജകൾ ഇല്ലാതിരുന്നതിനാലും 1-ാം തീയതി വലിയ തിരക്കുണ്ടായിരുന്നതിനാലുമാണ് 2-ാം തീയതി ശുദ്ധിക്രിയ നടത്തിയത്. സുപ്രീം കോടതി വിധിക്ക് നിരക്കാത്തതൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും ദേവസ്വം ബോർഡിന് നൽകിയ വിശദീകരണത്തിൽ തന്ത്രി പറയുന്നു. പുണ്യാഹവും ബിംബശുദ്ധിയും നടത്താൻ പോവുകയാണെന്നും 45 മിനിറ്റ് ഇത് നീണ്ടു നിൽക്കുമെന്നും പറഞ്ഞിരുന്നു. ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതായും തന്ത്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഇത് സ്ഥിരീകരിച്ചു. ഫോണിൽ വിളിച്ച് തന്ത്രി ഇക്കാര്യം അറിയിച്ചെന്നും എന്നാൽ അനുമതി നൽകിയിരുന്നില്ലെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.